മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് റിപ്പയർ സർവീസ് നടത്തുന്ന ഷോപ്പിൽ എങ്ങനെയാണ് ഒരു സർവീസ് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നത് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ജെറ്റ്പാക്ക് സോഫ്റ്റ്വെയറിന്റെ ഡാഷ്ബോർഡാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഡാഷ്ബോർഡിൽ നിന്ന് ഒരു പുതിയ സർവീസ് അല്ലെങ്കിൽ റിപ്പയർ രജിസ്റ്റർ ചെയ്യാൻ ഇടതുഭാഗത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓപ്ഷനുകളിൽ നിന്ന് റിപ്പയർ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് സർവീസ് ലിസ്റ്റ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഓൾ, സർവീസ്, സെയിൽസ് എന്ന ഓപ്ഷനുകളിൽ നിന്ന് സർവീസ് ചൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ കാണുന്ന ക്രിയേറ്റ് റിപ്പയർ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. നിലവിൽ സർവീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർവീസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് റിപ്പയർ എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന പേജിലാണ് വിവിധ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യപ്പെടേണ്ടത്. ഇവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, കസ്റ്റമർ തന്നിരിക്കുന്ന ഗാഡ്ജറ്റിന്റെ പ്രശ്നം എന്നിവ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ സമ്മറി നമുക്ക് ലഭിക്കും. ഇതിന്റെ ഒന്നാം ഭാഗമായ കസ്റ്റമർ ഡീറ്റെയിൽസ് നമുക്ക് ഫിൽ ചെയ്യാം. ആദ്യം നമ്മൾ കസ്റ്റമർ നെയിമാണ് ഫിൽ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള നെയിം ആണെങ്കിൽ അവിടെ കാണിക്കും ഓട്ടോമാറ്റിക്കലി. കസ്റ്റമറിൻ്റെ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാം. മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിരിക്കും. അടുത്ത ഡീറ്റെയിൽസ് ഓൾട്ടർനേറ്റ് ഫോൺ നമ്പറാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ കസ്റ്റമർ ഇമെയിൽ ആണ്, പിന്നെ ബില്ലിംഗ് അഡ്രസ് ആണ്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത ഓപ്ഷനിൽ നമുക്ക് വരുന്നത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ്. റിപ്പയർ ടൈപ്പ് സർവീസ് തന്നെയാണ്. കേസ് ഐ ഡി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ റെഫറൻസ് കേസ് ഐ ഡി നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നെയിം നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. നമ്മളിപ്പോൾ ലാപ്ടോപ്പ് എന്നുള്ളൊരു പേര് കൊടുത്തു. അടുത്ത മാനുഫാക്ചർ ഏത് കമ്പനിയുടെ ആണ് നമുക്ക് കൊടുക്കാം. അത് നമ്മൾ തിരഞ്ഞെടുത്തു. മോഡൽ നമുക്ക് ഏതാണ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത്രയും നമ്പർ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കൊടുക്കാം. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നെക്സ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ഇഷ്യൂ ആൻഡ് അസൈൻമെന്റ് ആണ്. ഇവിടെ നമ്മൾ പ്രോബ്ലം ഡിസ്ക്രിപ്ഷനിൽ എന്താണ് പ്രശ്നമെന്ന്, ഡിവൈസിന്റെ പ്രശ്നം എന്താണ് നമ്മളിവിടെ എൻ്റർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഓവർ ഹീറ്റിംഗ് ആണെന്നാണ് കൊടുക്കുന്നത്. അടുത്ത ഓക്സിലറി എക്യുപ്മെന്റ് ആണ്. നിലവിൽ കസ്റ്റമർ ഒരു ഡിവൈസ് ഷോപ്പിൽ സർവീസിന് വേണ്ടി തരുമ്പം അതിൻ്റെ കൂടെ അനുബന്ധമായ എന്തെങ്കിലും പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പിൻ്റെ ചാർജർ, ലാപ്ടോപ്പിൻ്റെ ബാഗ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓക്സിലറി എക്യുപ്മെന്റ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്താം. ഇപ്പോഴത്തെ ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ ലാപ്ടോപ്പ് ഓൺലി എന്ന് മാത്രം കൊടുക്കുന്നു. ഓക്സിലറി എക്യുപ്മെന്റ് ഒന്നും ഇല്ലാന്ന് തന്നെ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. അടുത്ത ഓപ്ഷൻ ഡിവൈസ് ലോക്ക് അല്ലെങ്കിൽ പാസ്വേഡ് നമുക്ക് എൻ്റർ ചെയ്യാം. സർവീസിൻ്റെ സമയത്ത് നമുക്കത് ഉപകരിക്കുന്നതാണ്. അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ അസൈനി ആണ്. നിലവിലെ നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും നമുക്ക് ജെറ്റ്പാക്ക് സോഫ്റ്റ്വെയർ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടാം. അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അവരെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ആ വ്യക്തിക്കായിരിക്കും ഈ പറയുന്ന സർവീസ് ജോബ് അസൈൻ ചെയ്യപ്പെടുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ തിരഞ്ഞെടുക്കുകയാണ് ഇവിടുന്ന്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മളിപ്പോൾ സമ്മറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് കേസ് രജിസ്റ്ററിംഗ് ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്നത്തെ ഡേറ്റ് തന്നെ അവിടെ വന്നിരിക്കും. ജോബ് സമ്മറി നമ്മളെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ജോബ് ഞെക്കുകയാണ്. വൺസ് ജോബ് ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന സർവീസ് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ തന്നെ ആ ജോബ് കാണാൻ കഴിയും. ഇതേ സ്ക്രീനിൽ രണ്ട് തരം ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്, ക്വിക്ക് ഫിൽറ്റേഴ്സ് ആൻഡ് ഡീറ്റെയിൽഡ് ഫിൽറ്റേഴ്സ്. ഏറ്റവും മുകളിൽ കാണുന്ന ക്വിക്ക് ഫിൽറ്റേഴ്സിൽ ഓൾ, ടുഡേ, ക്രിയേറ്റഡ്, ഇൻ പ്രോഗ്രസ്, പേയ്മെന്റ് പെൻഡിങ്, ഡെലിവേർഡ് എന്നീ ഓപ്ഷൻ വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ നമുക്ക് കാണാൻ കഴിയും. തൊട്ട് താഴെ കാണുന്ന ഡീറ്റെയിൽഡ് ഫിൽറ്റേഴ്സ് വെച്ച് ഡെലിവറി ഡേറ്റ് ആൻഡ് സർവീസ് ഡേറ്റ്, ആ ഡേറ്റുകളുടെ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡ് ഡേറ്റ്, കേസ് ഐ ഡി, കസ്റ്റമർ നെയിം, സീരിയൽ നമ്പർ, ജോബ് സ്റ്റാറ്റസ്, അസറ്റ് സ്റ്റാറ്റസ്, പേയ്മെന്റ് സ്റ്റാറ്റസ്, ഫോൺ നമ്പർ, എഞ്ചിനീയർ നെയിം, റിസീവ്ഡ് സീരിയൽ നമ്പർ എന്നിവ വെച്ച് സർവീസ് ലിസ്റ്റിനെ ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ ഒരു സർവീസ് എൻട്രി ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.